അപ്പോൾ ലോകം ക്രിസ്മസ് ആഘോഷത്തിന്റെ നിറവിലാണ്. ആ ആഘോഷ വാർത്തകളിലേക്കും അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് വിവിധ ദേവാലയങ്ങളിൽ നിന്ന് ക്രിസ്മസ് ദിനവുമായി ബന്ധപ്പെട്ട് ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങളുടെയും ചടങ്ങുകളുടെയും പാതിരാ കുർബാനയുടെയും ഒക്കെ ദൃശ്യങ്ങളും അതോടൊപ്പം വിവരങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. തിരുപ്പിറവിയുടെ ധന്യ നിമിഷങ്ങൾ. ബത്ലഹേമിന് മുകളിലെ ആകാശത്ത് ഏറ്റവും തിളക്കത്തോടെ മിന്നിയ നക്ഷത്രം ആ സന്ദേശം അറിയിച്ചു. അതുവരെ നിശബ്ദമായിരുന്ന രാവിനെ മാലാഖമാരുടെ സംഗീതവും ആട്ടിടയന്മാരുടെ ആഹ്ലാദവും സാന്ദ്രമധുരമാക്കി. പുൽക്കുട്ടിലെ യേശുവിന്റെ ജനനത്തെ ഏവരും വാഴ്ത്തി. ലോകമെങ്ങും ആ തിരുപ്പിറവി കൊണ്ടാടുകയാണ്. ക്രിസ്മസ് ആഘോഷത്തിന്റെ ആവേശത്തിലാണ് നാടും നഗരവും. ദേവാലയങ്ങളിൽ പാതിരാ കുർബാന ആരംഭിക്കുകയാണ്. ചില ദേവാലയങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നും മനസ്സിലാക്കുന്നു. പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും ഇന്നും നാളെയുമായി ദേവാലയങ്ങളിൽ നടക്കും. കേരളത്തിലെ വിവിധ ജില്ലകളിലെ ദേവാലയങ്ങളിൽ നിന്നുള്ള പാതിരാ കുർബാനയുടെയും വിവിധ ചടങ്ങുകളുടെയും ക്രിസ്മസ് ആഘോഷത്തിന്റെയും തത്സമയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യം എറണാകുളത്തേക്കാണ് പോകുന്നത്. ഡാനി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, ഇപ്പോൾ ഏത് ദേവാലയത്തിലാണ് ഉള്ളത്? അവിടുത്തെ ചടങ്ങുകൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഡാനി. ആര്യ, ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട വിശേഷപ്പെട്ട ഒരു ദിവസത്തിന്റെ ചടങ്ങുകളിലേക്ക്, അതിൻ്റെ ഒരു ആഗമന കാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇത് വളരെ പവിത്രമായ വിശേഷപ്പെട്ട ക്രിസ്തുമസിന്റെ രാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇതിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ്. വരാപ്പുഴ അതിരൂപത, ലത്തീൻ സമുദായത്തിന് വരാപ്പുഴ അതിരൂപതയുടെ ഒരു സ്ഥാനിക ദേവാലയം എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ. ഇവിടെ ക്രിസ്തുമസിനോട് അനുബന്ധിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും ദീപാലങ്കാരങ്ങളും എല്ലാം തന്നെ വളരെ കമനീയമായിട്ട് തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ ദേവാലയത്തിനകത്ത് കരോൾ ഗാനം നടക്കുകയാണ്. 11:30-ക്കാണ് ഇവിടെ ദിവ്യബലി അടക്കമുള്ള കാര്യങ്ങൾ കുർബാന ക്രമീകരിച്ചിരിക്കുന്നത്. അതിനു മുൻപ് കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്ന വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ അദ്ദേഹവും അതോടൊപ്പം തന്നെ മറ്റ് സഹകാർമ്മികരും തൊട്ട് അപ്പുറത്തുള്ള അതിമെത്രാസന മന്ദിരത്തിൽ നിന്ന് ഇവിടേക്ക് പ്രദക്ഷിണമായി ഇതിനകത്തേക്ക് കയറും. തുടർന്ന് ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യും. 11:30-ക്ക് കുർബാന അടക്കം ഇവിടെ ആരംഭിക്കുകയും ചെയ്യും. വിവിധ മേഖലകളിൽ നിന്ന് ഇടവക അംഗങ്ങൾക്ക് പുറമെ ഈ ദേവാലയം പലതുകൊണ്ടും വിശേഷപ്പെട്ടതാണ്. ഇവിടെ പൊതുവെ ഇത് അറിയപ്പെടുന്നത് കപ്പല് പള്ളി എന്ന വിശേഷണത്തോടുകയാണ്. കപ്പലിന്റെ ഒരു ആകൃതിയിലാണ്, അങ്ങനെ ഒരു വിശേഷണം കൂടിയുണ്ട്. ആ രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കത്തീഡ്രൽ പദവിയുള്ള ഒരു ദേവാലയമാണ്. അതുകൊണ്ട് തന്നെ നിരവധിയായ വിശ്വാസികളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നു. കൊച്ചി നഗരത്തിന് അകത്ത് ഇത് കൂടുതൽ ആളുകളെ, വിശ്വാസികളെല്ലാം ഉൾക്കൊള്ളുക, കൂടുതൽ ഇടവക ജനങ്ങളുള്ള ഒരു ദേവാലയമാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഇവിടെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ക്രിസ്തുമസ്, ഈസ്റ്റർ ദിവസങ്ങളിലെല്ലാം തന്നെ അനുഭവപ്പെടാറുണ്ട്. ഇവിടെ ഇപ്പോൾ അതിന് മുന്നോടിയായുള്ള ഈ കരോൾ ഗാന സന്ധ്യ അതെല്ലാം ദേവാലയത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ ഏതാണ്ട് വിശ്വാസികൾ അതിനകത്ത് നിറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. 11:30-ഓടുകൂടി തന്നെ കുർബാനയടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങും. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലയിലെയും അതോടൊപ്പം കൊച്ചി നഗരത്തിനകത്തുള്ള വിവിധ ദേവാലയങ്ങളുമെല്ലാം തന്നെയും ഇതോടനുബന്ധിച്ച് ക്രിസ്മസിനോടനുബന്ധിച്ചുകൊണ്ട് വലിയ രീതിയിൽ തന്നെയും ഒരുക്കങ്ങളെല്ലാം തന്നെയും നടത്തുന്നു. നമുക്ക് വളരെ സന്തോഷം നിറഞ്ഞ മുഖങ്ങളാണ് ഇവിടേക്ക് എത്തുമ്പോൾ കാണാൻ കഴിയുന്നത്. ക്രിസ്മസ് രാവ് അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങൾ തന്നെ എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഈ അകത്ത് ക്രിസ്മസ് കരോളിന്റെ ഗാനങ്ങൾ നമുക്ക് കേൾക്കാം. പുറത്ത് വിശ്വാസികൾ കൂടുതലായിട്ട് തന്നെ എത്തി തുടങ്ങുന്നു. ഇവിടെ 11:30-ഓടുകൂടി ആ ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യും. മറ്റു ദേവാലയങ്ങളിലും ഇതോടനുബന്ധിച്ച് ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ നടക്കുന്നുണ്ട്. സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ അതിൽ ഇപ്പോൾ നിയുക്തനായിട്ടുള്ള സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ അദ്ദേഹത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കുർബാന അർപ്പിക്കുക.
മറ്റ് ദേവാലയങ്ങളിലും ഇതോടൊപ്പം വിവിധ അധ്യക്ഷന്മാർ, വിവിധ പുരോഹിതർ എല്ലാം തന്നെ ഈ നേതൃത്വം നൽകുകയും ചെയ്യും. നിരവധി വിശ്വാസികൾ പാതിരാ കുർബാനയിലും മറ്റും പങ്കെടുക്കാൻ ഓരോ ഇടങ്ങളിലേക്കും തന്നെ എത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അതെ, ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് വളരെ സന്തോഷം നിറഞ്ഞ മുഖങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഡാനി, അതായത് ഈ ക്രിസ്മസ് രാവ് എന്ന് പറയുമ്പോൾ ഈ നാളത്തെ ഒരു ക്രിസ്മസ് ദിനം ആഘോഷമാക്കാനുള്ള, അതിനെ കൊണ്ടാടാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടാണ് രാത്രിയാകുമ്പോഴേക്ക് എല്ലാവരും പള്ളികളിലേക്ക് പാതിരാ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തുന്നത്. സത്യത്തിൽ ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്നതിനൊപ്പം തന്നെ ഒരു കൂടിച്ചേരൽ കൂടിയാണ്, അത് സൗഹൃദം പുതുക്കൽ കൂടിയാണ്, അത്തരത്തിലൊരു സൗഹാർദ്ദത്തിന്റെ ഒരു രാത്രി കൂടിയാണ് ഇന്ന്, അല്ലേ? രമ്യ, 100% തീർച്ചയായും അത് പറഞ്ഞതിന് ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നത് തീർച്ചയായും ആ രീതിയിൽ തന്നെ ഓർക്കേണ്ടതും അടയാളപ്പെടുത്തേണ്ടതുമായ ഒരു രാത്രികൾ തന്നെയാണിത്. കാരണം ഇത്തരം വിശേഷപ്പെട്ട ദിവസങ്ങൾ, ഇത്തരം സന്തോഷകരമായ ദിവസങ്ങളിൽ കുടുംബങ്ങളുടെ, സൗഹൃദങ്ങളുടെ, ഇവരെല്ലാം തന്നെ വിശാലമായ ഒരു കൂട്ടിച്ചേരലിന്റെ ഒരിടം കൂടിയാണ് ദേവാലയങ്ങളും അതിന്റെ പരിസരവും എല്ലാം തന്നെ. നമുക്ക് ഇപ്പോൾ ഈ ദേവാലയത്തിന്റെ പടവുകളിലും എല്ലാം തന്നെ വന്നു പോകുന്ന ആളുകൾ, അതിൽ പലപ്പോഴും പലരും വിവിധ പള്ളികൾ സന്ദർശിച്ച് കടന്നു പോകുന്നവരൊക്കെ തന്നെയാണ്. വളരെ എല്ലായിടങ്ങളിലും ഒരു സന്ദർശനം നടത്തി ബന്ധുജനങ്ങളെ കണ്ട് ആ ഒരു സ്നേഹവും സന്തോഷവും എല്ലാം പങ്കിട്ട് പൊതുവെ ക്രിസ്ത്യൻ കുടുംബങ്ങൾ എന്ന് പറയുന്നത് ഓരോ ഇടവകകൾ കേന്ദ്രീകരിച്ചാണ്. അവരുടെ വിവാഹശേഷം മറ്റിടവകകളിലേക്ക് പോകും, അങ്ങനെയെല്ലാം പോകും. ഇവരെല്ലാം തന്നെ സന്ദർശിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ദിവസങ്ങളും സമയങ്ങളും എല്ലാം ഇതൊക്കെ തന്നെയായിരിക്കും. ഈ ദിവസങ്ങളിൽ അവർ പള്ളികളിലേക്ക് പോവുക, അവരെ കാണുക, അത് ചിലപ്പോൾ ഒരുമിച്ച് അത് അവർക്കൊപ്പം തന്നെ കുർബാനയിൽ പങ്കെടുക്കുക. നമ്മൾ ഏറ്റവും പറയുന്നത് പോലെ ഈ പുൽക്കൂടൊരുക്കുക എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. പള്ളികളോട് ചേർന്ന് തന്നെ ഇതുപോലെ വലിയ രീതിയിൽ തയ്യാറാക്കുന്ന പുൽക്കൂടുകൾ, അതിനെ ഇത്തരം ക്രിബ്, ഇതെല്ലാം ഒരുക്കുക, അതെല്ലാം കണ്ട് ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയുന്ന, അല്ലെങ്കിൽ അത്തരം സ്നേഹങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കുന്ന ആ ഒരു ഇടം കൂടിയാണ്, ആ ഒരു സമയം കൂടിയാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. ഡിസംബർ 1 മുതൽ ഇത്തരത്തിലുള്ള അലങ്കാരങ്ങൾ ആരംഭിക്കുകയും ഇത്തരത്തിൽ പുൽക്കൂടൊരുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കൊക്കെ എല്ലാവരും ഒത്തൊരുമിച്ച് ഇറങ്ങും. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷം എന്ന് തന്നെ പറയാം, അല്ലേ ഡാനി? തീർച്ചയായും രമ്യ, കാരണം ഇതിൽ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഈ നമ്മുടെ ആഘോഷങ്ങൾ എത്രമേൽ സുന്ദരമാകുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ ഓണത്തിന് ആ ദിവസങ്ങളിൽ നമുക്കറിയാം, ഈ 10 മുതൽ 10 നാൾ വരെയും പൂവിട്ടുകൊണ്ട് അതെല്ലാം തന്നെ ഒരു സന്തോഷം പ്രകടമാക്കലും ഇതെല്ലാം തന്നെയാണ്. ക്രിസ്തുമസിനെ വരവേൽക്കുന്നതും ഈ നക്ഷത്ര വിളക്കുകൾ തെളിയിച്ചും എല്ലാം തന്നെയാണ്. അതിലൊരിക്കലും ഒരു ജാതിമത ഭേദമന്യുള്ള ചിന്തകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ക്രിസ്മസിനെയും തന്നെ നക്ഷത്ര വിളക്കുകൾ ഒരുക്കിക്കൊണ്ട് അതെല്ലാം തന്നെ ചേരുകയും എല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ പുൽക്കൂടുകൾ ഒരുക്കിയുള്ള ഒരു സംവിധാനങ്ങൾ, കാര്യങ്ങളും എല്ലാം വരുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ എല്ലാം തന്നെ റെഡിമെയ്ഡായി ലഭിക്കുന്ന ഒരു കാലം തന്നെയാണെങ്കിലും ഇതെല്ലാം വീടുകളിൽ ഒരുക്കി കുട്ടികൾ അവരെ ഒരു അടുത്ത തലമുറയിലേക്ക് ഇത്തരം കാര്യങ്ങൾ പകർന്നുകൊണ്ട് ഇതിങ്ങനെയെല്ലാം തന്നെ ഒരു തനിമയോടെ ഇതെല്ലാം തന്നെ അതിൻ്റെ ഒരു തെളിമയോടെ ചേർത്ത് വെക്കേണ്ടതാണ്. കാരണം ഇത്തരം ആചാരങ്ങൾ അത് വിശ്വാസങ്ങളുടെ ഭാഗമാണെങ്കിൽ കൂടിയും അതൊരു സന്തോഷം നൽകുന്ന ഒരിടം കൂടിയാണ്. അതിൽ ഒരു സംശയവുമില്ല. നമുക്ക് ആചാരം എന്നതിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസം എന്നതിന് അപ്പുറത്തേക്ക് ഇതിന് ഒത്തുചേരലിന്റെ, ഒരു സഹിഷ്ണുതയുടെ, മാനവികതയുടെ ഒരിടമെല്ലാമായി ഇത്തരം ഈ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടാൽ കുറച്ചുകൂടി സ്വീകാര്യമായി കൊണ്ട് തന്നെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു തോന്നലെന്ന് പറയുന്നത്. എന്നാലും അതേപോലെ തന്നെ ഈ ക്രിസ്തുമസ് പുൽക്കൂടുകൾ ഒരുക്കി, നക്ഷത്ര വിളക്കുകൾ തൂക്കി, ഇതെല്ലാം തന്നെ തയ്യാറെടുപ്പുകളാണ്. ഇന്ന് ഒരു അവസാനവട്ട തയ്യാറെടുപ്പുകൾ എല്ലാം തന്നെയാണ്. ഞാൻ പോലും ഇതെല്ലാം വീട്ടിൽ തീർത്തതിന് ശേഷം ഇന്ന് നക്ഷത്ര വിളക്കും കത്തിച്ച് പുൽക്കൂടും ഒരുക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് എത്തുന്നത്. കാരണം ഇത് അങ്ങനെ കൂടി ചേർന്ന അത്തരം ഒരു സന്തോഷമാണ് വീടുകളിൽ. അതെ, ഞാൻ അത് തന്നെ ചോദിക്കാൻ വരുമായിരുന്നു. ഡാനിയുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ എവിടെ വരെ എത്തി, എങ്ങനെയാണ് നാളത്തെ ഒരു പ്ലാൻ എന്നൊക്കെ ഉള്ളത് ചോദിക്കാൻ വരുമായിരുന്നു. രമ്യ, ഇതിപ്പോൾ ഈ കുർബാന കഴിഞ്ഞ് റിപ്പോർട്ടിംഗ് കഴിഞ്ഞ വീട്ടിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷമാണ് മറ്റ് ആഘോഷങ്ങളിലേക്കെല്ലാം തന്നെ പോകുന്നത്. നാളത്തെ ആഘോഷങ്ങളെല്ലാം തന്നെ അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ നിന്ന് പറയുമ്പോൾ ഈ കാഴ്ചകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ ഒരു സന്തോഷവുമുണ്ട്. കാരണം നമ്മുടെ വീടുകളിലുമെല്ലാം ഇതേപോലെ തന്നെ ഇത്ര വലുതായിട്ടല്ല, വളരെ ചെറിയ രീതിയിൽ തന്നെ ഇതിൻ്റെ മിനിയേച്ചറുകളെല്ലാം തന്നെ ഒരുക്കിക്കൊണ്ടാണ് ഇതെല്ലാം തന്നെ കടന്നു പോകുന്നത്.
മൊത്തം ഒരു മിനിറ്റ്. വീടുകളിൽ എങ്ങനെ പുൽക്കൂടൊക്കെ ഒരുക്കിയിരുന്നോ? എങ്ങനെയൊക്കെ? ആ നക്ഷത്രമൊക്കെ എത്ര കിട്ടും? ഒന്നിൽ ഒതുക്കിയതാണോ? അടിയിൽ ഒരെണ്ണം മേളിൽ വെച്ച്. പുൽക്കൂട് വാങ്ങിച്ചാണോ ചെയ്യുന്നത്? എന്താ ചെയ്തത്? ഇവരുണ്ടാക്കും. ആ എത്രയില പഠിക്കണേ? 5ല്. എന്തൊക്കെ ചെയ്താ പുൽക്കൂട് ഉണ്ടാക്കി വെച്ചേ? ഞാൻ എന്നിട്ട് അപ്പൊ എനിക്ക് പുല്ലും കാർഡ്ബോർഡൊക്കെ വാങ്ങിത്തരുന്നു. അതൊക്കെ വെച്ച് ഞാൻ ഉണ്ടാക്കും. ബ്ലൂ ഗണ്ണിന്റെ സ്റ്റിക്ക് ഉണ്ട്. ഒരു രസമാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കിയത്. എന്നിട്ട് കൂട്ടുകാരെയൊക്കെ വിളിച്ച് കാണിച്ചോ? എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കിയോ? എങ്ങനെയുണ്ട് മൊത്തത്തിൽ? എങ്ങനെയുണ്ട് ഇവന്റെ പുൽക്കൂട്? എങ്ങനെയുണ്ട്? നല്ലതാണ്, ഗംഭീരമായി. അതെ. എങ്ങനെ കുട്ടികളൊക്കെ ഇതൊക്കെ നമ്മൾ പരിശീലിപ്പിച്ചു തുടങ്ങുക? എങ്ങനെ അവരെയും കൂടി ശീലമാക്കുക അല്ലെ? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. എന്തായാലും കുറച്ചുകൂടെ ദൈവവിശ്വാസത്തിൽ വളർന്നെയാണ്. അപ്പൊ പിന്നെ പുൽക്കൂടും ചരിത്രവും ഹിസ്റ്റോറി സൈഡൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. ഈ പാതിരാ കുർബാനയ്ക്ക് വരും, അത് ഒരു ശീലമാണോ? അതെ, തീർച്ചയായിട്ടും. എങ്ങനെ ഉറങ്ങിപ്പോകണോ? എങ്ങനെ? ഉറക്കൊന്നുമില്ല, നമ്മ ഫുൾ എൻജോയ്. ക്രിസ്തുയുടെ ബർത്ത്ഡേ ആണല്ലോ. ആള് പള്ളിയിലെ ഓൾട്ടർ ബോയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഡേ ടൈമിൽ കുർബാനക്ക് പോയാലും ഈ നൈറ്റ് ശരി ഡാനി, എന്തായാലും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം നൽകിയ ദേവപുത്രന്റെ തിരുപ്പിറവി ആഘോഷിക്കുകയാണ് നമ്മൾ. കോട്ടയം വിമലഗിരി